രാവിലെ സ്കൂളിലെത്തിയവർ നോട്ടീസ് ബോർഡിൽ കണ്ട വാർത്ത കണ്ട് അമ്പരന്നു. ഈ സ്കൂളിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിന്ന വ്യക്തി ഇന്നലെ ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. മൃതദേഹം ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ മരിച്ചതിൻ്റെ ആഘാതം അവരിൽ ആദ്യം ഞെട്ടലുണ്ടാക്കിയെങ്കിലും തങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിന്ന വ്യക്തി ആരെന്നറിയാൻ അവരെല്ലാം ആകാംക്ഷാഭരിതരായി. എൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിന്ന വ്യക്തി മരിച്ചല്ലോ, ആശ്വാസം, അവരുടെ മനസ്സറിയാതെ പറഞ്ഞു. അധ്യാപകർ ഓരോരുത്തരായി ശവമഞ്ചത്തെ സമീപിച്ചു. ശവമഞ്ചത്തിനുള്ളിലേക്ക് നോക്കിയ അവർ അത്ഭുതസ്തബ്ധരായി. ഞെട്ടി വിറച്ചുകൊണ്ട് അവർ ഓരോരുത്തരായി പിന്മാറി. അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു അവർ കണ്ട കാഴ്ച. ശവമഞ്ചത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന കണ്ണാടിയിൽ ഓരോരുത്തരും തങ്ങളുടെ പ്രതിബിംബം കണ്ടു. കണ്ണാടിക്കരികിലെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കാൻ ഒരാൾക്കേ കഴിയൂ. ആ വ്യക്തി നീ തന്നെയാണ്. നിന്റെ സന്തോഷങ്ങളെയും വിജയങ്ങളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഏക വ്യക്തി നീ തന്നെയാണ്. നിങ്ങളുടെ എച്ചം മാറിയതുകൊണ്ടോ സുഹൃത്തുക്കളോ സ്കൂളോ മാറിയതുകൊണ്ടോ നിന്റെ ജീവിതം മാറുന്നില്ല. നിന്റെ ജീവിതത്തിന് മാറ്റം വരണമെങ്കിൽ നീ തന്നെ മാറണം. അത് നിന്നിൽ തുടങ്ങണം. അത് ഇന്നു തന്നെ ആരംഭിക്കണം. അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന വിശ്വാസങ്ങളിൽ നിന്ന് നീ പുറത്തു വരണം. നിന്റെ ജീവിതത്തിൻ്റെ ഏക ഉത്തരവാദി നീ തന്നെ എന്ന് തിരിച്ചറിയണം. ആരെയും പഴിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. നഷ്ടങ്ങൾ മാത്രമേ അത് സമ്മാനിക്കൂ. ഒരു കോഴിമുട്ട പുറമേ നിന്നുള്ള ശക്തിയാൽ പൊട്ടിയാൽ ജീവൻ അവിടെ പൊലിയുന്നു. നേരെ മറിച്ച് ഉള്ളിൽ നിന്നുള്ള ശക്തിയാൽ പൊട്ടിയാൽ അത് ജീവൻ്റെ ആരംഭമാണ്. മഹത്തായ കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ് പിറവി കൊള്ളുന്നത്. മാറ്റം നിങ്ങളിൽ നിന്നാകട്ടെ. അത് ഇന്നു തന്നെ ആകട്ടെ.